ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഒന്നിച്ച് നിലനിൽക്കാം അല്ലെങ്കിൽ ലിവ് ഇൻ ഹാർമണി എന്ന് പറഞ്ഞ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് സാറ് ഇപ്പം വന്നിട്ടുള്ളത്. നോക്കടാ, നമ്മളെല്ലാവരും ഒരു എക്കോ സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു ആവാസ വ്യവസ്ഥയിലാണ് താമസിക്കുന്നത്. അല്ലെങ്കിലൊക്കെ നമ്മൾ പറയൂ അല്ലേ, നമ്മളെപ്പോഴും ഇങ്ങനെ പറയാനുള്ള ഈ ഒരു ആവാസ വ്യവസ്ഥയാണ് എപ്പോഴും നല്ലത് എന്നൊക്കെ നമ്മൾ പൊതുവെ ഇങ്ങനെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ എന്താ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ. എന്താ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയുക? ആവാസം എന്ന് പറയാം കേട്ടോ. നമ്മൾ ഒരു ജീവി, എന്തെങ്കിലും ജീവി, മനുഷ്യനാണെങ്കിലും അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിലും ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയുക? ആവാസം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും, അതാണ് പ്രത്യേകത. എന്താണ് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും? എന്താണ് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെയും നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് എന്ത്? ആവാസ വ്യവസ്ഥ. അപ്പോൾ സിമ്പിളാണ്. എന്താണ് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഇവയൊക്കെ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധവും കൂടിയുള്ള തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഈ കണക്ഷനോടെ നിൽക്കുന്ന ഈ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എന്താ പറയുക? എക്കോ സിസ്റ്റം എന്ന് പറയുക. എന്താ പറയുക നോക്കിയട്ടെ. ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, എന്താണ് അജീവിയ ഘടകവും ജീവിയ ഘടകവും അല്ലെങ്കിൽ എന്താ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ഇൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ദർ ആർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ടുഗദർ. എന്താണ് അവ തമ്മിൽ എപ്പോഴും ഒരു റിലേഷൻ ഉണ്ടാവും, ഒരു പരസ്പര ബന്ധമുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക? എക്കോ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആവാസ വ്യവസ്ഥ, എക്കോ സിസ്റ്റം എന്താണ് ഏകദേശം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. എന്താ ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ. എന്താ ഫുഡ് ചെയിൻ? എടാ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടില്ലേ, ആദ്യം പുല്ലിനെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിനെ തവള തിന്നുന്നു, തവളനെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ പരുന്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് കാണുന്നു? ഒരു ഫുഡ് ചെയിൻ കാണുന്നുണ്ട് അല്ലേ. ആദ്യം ഒരു സസ്യം അല്ലെങ്കിൽ ഒരു പുല്ല്, അതിനെ കുറച്ച് പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിനെ തവളേനെ പാമ്പിനെ പരുന്ത് എന്ന് പറഞ്ഞാൽ കാണും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് ചെയിൻ എന്ന് പറയും അല്ലെ. ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്താ അപ്പോൾ അതിൻ്റെ ഫുഡ് ചെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കേണ്ടത്. ഫുഡ് ചെയിൻ എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന സാറിന് അറിയാം. അപ്പോൾ നോക്ക് എന്താ ഫുഡ് ചെയിൻ്റെ പ്രത്യേകത നോക്ക്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി, നല്ല ഫസ്റ്റത്തെ സാധനം എന്താണ്? ഫസ്റ്റ് ലെവൽ, എപ്പോഴും ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ആദ്യ കണ്ണി എന്തായിരിക്കും? ഹരിത സസ്യമായിരിക്കും. എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ്, ഹരിത സസ്യമായിരിക്കും എന്ത്? എപ്പോഴും ആദ്യത്തെ കണ്ണി. മനസ്സിലായോ? ആലോചിച്ച് നോക്കിയാട്ടെ, എപ്പോഴും ആദ്യത്തത് എപ്പോഴും എന്തായിരിക്കും? ഹരിത സസ്യം അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത് എന്നല്ല നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തത് എപ്പോഴും എന്തായിരിക്കും? ഫസ്റ്റ് കണ്ണി അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ എപ്പോഴും എന്തായിരിക്കും? ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യം ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നോക്ക്, ഓൺ ദ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ എന്താ അവസാന കണ്ണി പൊതുവെ മാംസഭോജിയായിരിക്കും. കണ്ടാൽ മാംസം അല്ലേ, മാംസം ഭക്ഷിക്കുന്ന മാംസഭോജിയായിരിക്കും എന്താ അവസാന കണ്ണി. അല്ലെ ടോപ്പ് ലെവൽ എന്തായിരിക്കും? എപ്പോഴും കാർണിവോറസ് ആയിരിക്കും. ആലോചിച്ച് നോക്കിയിട്ട് സാർ ഇപ്പം പറഞ്ഞത് പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, അവസാനം പരുന്ത് എന്താ? മാംസഭോജി ഒന്നും അല്ലേ. അല്ലെങ്കിൽ എന്താ അങ്ങനെ മാറി വരും. അല്ലെങ്കിൽ പുല്ല് തിന്നുന്നു, പുല്ലിനെ മാൻ തിന്നുന്നു, മാനിനെ ആര് തിന്നുന്നു? കടുവ അല്ലെങ്കിൽ സിംഹം തിന്നുന്നു നമുക്ക് പറയാം. അല്ലെങ്കിൽ റാബിറ്റിനെ തിന്നാൻ കുറുനരിയോ അല്ലെങ്കിൽ കുറുക്കനോ വരുമോ, അതിനെന്ത് ചെയ്യും? നമ്മൾ മാംസഭോജി. അപ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും? കാർണിവോറസ് അല്ലെങ്കിൽ മാംസഭോജി ആയിരിക്കും എന്ത്? അവസാനത്തെ. എന്നാലോ ഇടയ്ക്കുള്ളവ സസ്യഭോജിയോ മിശ്രഭോജിയോ ആവാം. നടുവിലുള്ള ടീംസ് എപ്പോഴും എന്താ? ഒന്നെങ്കിൽ ചിലപ്പോൾ മാംസഭോജി ആയിരിക്കും അല്ലെങ്കിൽ മിശ്രഭോജി ആയിരിക്കും. അവർ നമ്മൾ എന്ത് പറയും? രണ്ടും ആവാം. എന്താ ഹെർബിവോറസും ആവാം, ഒമ്നിവോറസോ, രണ്ടും കഴിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സസ്യഭോജിയോ മാംസ്യഭോജിയോ ആവാം. അതാണെന്ത്? ഭക്ഷ്യശൃംഖലയുടെ പ്രത്യേകത. ആദ്യത്തത് എപ്പോഴും ഹരിത സസ്യങ്ങളും അവസാനത്തത് എപ്പോഴും എന്തായിരിക്കും? മാംസഭോജികൾ അല്ലെങ്കിൽ കാർണിവോറസും ആയിരിക്കും. എന്ത് ചെയ്യുക മക്കള്? ഓർമ്മിച്ച് വെക്കുക. നോക്കടാ, ഇത് കുറേ ഭക്ഷ്യശൃംഖലകൾ എന്താണ്? ഫുഡ് ചെയിൻസ് കൂടിച്ചേർന്ന അല്ലേ, കുറേ ഫുഡ് ചെയിൻസ് കൂടിച്ചേർന്നത്. അവിടെ നോക്കിയട്ടെ, പുല്ലിനെ മുയൽ തിന്നു, മുയലിനെ സിംഹം തിന്നു. അല്ലെങ്കിൽ പുല്ല് ഇവിടുന്ന് ഇങ്ങനെ വന്നു, ആ മാനിനെത്തി, മാനിനെ പുലിയോ സിംഹമോ തിന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നു പുഴു തിന്നു, പുല്ലിനെ പുഴു തിന്നുന്നു, പുഴുവിനെ ആര്? കോഴി തിന്നു, കോഴീനെ പാമ്പോ പരുന്തോ തിന്നു അല്ലേ. അല്ലെങ്കിൽ എന്താ? പുഴുവിനെ തവള തിന്നും, തവളനെ പാമ്പ് തിന്നും, പാമ്പിനെ പരുന്ത് തിന്നും. സാർ നേരത്തെ പറഞ്ഞ വേണ്ടി. അപ്പോൾ എന്താ ഇതങ്ങനെ ഫുള്ളൊരു സറൗണ്ടിങ്സ്. ആദ്യം പുല്ലാണ്, അവസാനം വരുന്നത് മാംസഭോജികളായിട്ട് മാറാന്നുള്ളൊരു ഫുൾ കുറേ കണക്ഷൻസ് ഉണ്ട് അല്ലേ. കുറേ ഫുഡ് ചെയിൻസ് എന്തുണ്ട്? കുറേ ഫുഡ് ചെയിൻസ്. ഗ്രാസ്, റാബിറ്റ്, ഗോട്ട്, ലയൺ, ടൈഗർ, ഹ്യൂമൻ അല്ലെങ്കിൽ ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഫുഡ് ചെയിൻസ് എന്തുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ഫുഡ് ചെയിൻസിനെ ചേർന്നാണ് നമ്മൾ ഫുഡ് വെബ് അല്ലെങ്കിൽ എന്താ പറയുക ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ?
മെനി ഫുഡ് ചെയിൻസ് ജോയിൻ ടുഗദർ ടു ഫോം എ ഫുഡ് വെബ്. എന്താണ്? വിവിധ ഭക്ഷ്യ ശൃംഖലകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ ഫുഡ് ചെയിൻസ് കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഭക്ഷ്യ ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? ഫുഡ് വെബ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഭക്ഷ്യ ശൃംഖലാ ജാലത്തിൽ അല്ലെങ്കിൽ ഫുഡ് വെബിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. ഉൽപാദകരുണ്ട്, ഉപഭോക്താക്കളുണ്ട്. പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട്. ഓക്കെ ആണല്ലോ? ആ വാക്കിൽ തന്നെ ഉണ്ട് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ എന്താ ഉൽപാദകർ എന്ന് പറയുന്നത് തന്നെ എന്താ ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഹരിത സസ്യങ്ങളിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. സ്വന്തം ഫുഡ് സ്വന്തമായി ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നു? ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇവരെ ഹരിത സസ്യങ്ങൾ ഉദാഹരണമാണ് ഗ്രീൻ പ്ലാന്റ്സ്. അവ എന്താ ചെയ്യണത്? സ്വന്തമായിട്ടാണ് അവരവരെ ഫുഡ് ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസിലൂടെ. അപ്പൊ അവരെ നമ്മൾ എന്ത് പറയുന്നു? ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ കൺസ്യൂമേഴ്സ് എന്താ പറയാ? ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ്. മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരെ സ്വന്തം ഫുഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, മറ്റുള്ളവരെ ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുക, എന്നിട്ട് അവരെ നിന്ന് ഫുഡ് എന്ത് ചെയ്യുക? എടുക്കുക, എന്നിട്ട് കഴിക്കുക. അവരെയാണ് നമ്മൾ എന്ത് പറയുക? ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയാം. ഈ സാധനങ്ങൾ ഉൽപാദകരും ഉപഭോക്താക്കളും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്. ഫുഡ് ചെയിൻ എന്താണ്? ഫുഡ് വെബ് എന്താണ്? അതേപോലെ എന്താ ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം എന്താണെന്നുള്ളത് ഈ ആറാമത്തെ ചാപ്റ്ററിൽ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ മക്കളെ.